റിക്സിയ എന്തുതരം സസ്യവിഭാഗമാണ്, അല്ലെങ്കിൽ ഏത് വിഭാഗത്തിലാണ് റിക്സിയ എന്ന ചെടി ഉൾപ്പെടുന്നത്? അപ്പോൾ ഇങ്ങനൊരു ചോദ്യം നിലവിൽ പരീക്ഷകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ എന്താണെന്ന് നമുക്ക് പെട്ടെന്ന് ഒരു മിനിറ്റിലൊന്ന് നോക്കിയാലോ. നമ്മുടെ സസ്യങ്ങളെ 5 ഡിവിഷനുകളായിട്ടാണ് തിരിക്കുന്നത്. ആൽഗെ, ബ്രയോഫൈറ്റ, ടെരിഡോഫൈറ്റ, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ്. ആൽഗെ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായും ജലത്തിൽ കാണപ്പെടുന്ന സസ്യങ്ങളാണ്. ആൽഗയുടെ ഉദാഹരണം നമുക്കൊന്ന് പറഞ്ഞു പോവാം. സർഗാസവും സ്പൈറോഗൈറയും. എന്നാൽ കരയിലും വെള്ളത്തിലുമായി ജീവിക്കുന്ന സസ്യങ്ങളാണ് ബ്രയോഫൈറ്റുകൾ. ഇവയിൽ ഇല പോലെയും വേര് പോലെയും കാണ്ഡം പോലെയുമുള്ള ഭാഗങ്ങൾ ഉണ്ടാവും. ബ്രയോഫൈറ്റുകൾക്ക് ഉദാഹരണമാണ് റിക്സിയയും അതുപോലെ തന്നെ നമ്മുടെ ഫ്യൂമേറിയയും. റിക്സിയ, ഫ്യൂമേറിയ, ബ്രയോഫൈറ്റ്. അത് കഴിഞ്ഞ ടെരിഡോഫൈറ്റുകൾ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ഇല, വേര്, കാണ്ഡം എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ട സസ്യങ്ങൾ. ഇവയ്ക്കും പൂക്കൾ ഉണ്ടാവില്ല. നമ്മൾ കിണറ്റിനുള്ളിലേക്കൊക്കെ നോക്കുമ്പോൾ കാണുന്നത് ഇത്തരം സസ്യങ്ങളാണ്. ഇവയ്ക്ക് ഉദാഹരണമാണ് ലൈക്കോപോഡിയവും ടെറിസും.